മോണ്ടാ ഇവിടെ വാ ഇവിടെ വാ. മറ്റേ ഇത് ഉണ്ടാക്കണ്ടേ നമ്മളെ ഡ്രം സ്റ്റിക്ക് ചിക്കൻ. അപ്പോൾ അവിടെ പോയിന്ന് അങ്ങനെ ശരിയാന്ന് തുടങ്ങല്ലേ. വാ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്ക്. അപ്പോൾ പൊട്ടറ്റോ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പൊട്ടാറ്റോ ഒരു ചെറുത് എടുത്തിട്ടുണ്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കനും പൊട്ടാറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നു, 2 ബേ ലീവ്സ് ഇടും. അതിലേക്ക് നമ്മളെ ചിക്കൻ്റെ ലെഗ് പീസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വയ്ക്കുക. ഈ ചിക്കൻ ഒരു 25 മിനിറ്റ് വേവുണ്ടാവും. കിഴങ്ങ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുക. കിഴങ്ങ് 20 മിനിറ്റ് ആയിട്ടുണ്ട്, കിഴങ്ങ് വെന്തിട്ടുണ്ടാവും. അത് നമുക്കെടുക്കാം. ഒരു കിഴങ്ങ് മാറ്റി ഇനി ഒരു 5 മിനിറ്റും കൂടെ ചിക്കൻ വേവുണ്ട്. അപ്പോൾ ചിക്കനും വന്നിട്ടുണ്ടാവും. നമുക്കൊരു ബൗളൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഈ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഉടച്ച പൊട്ടാറ്റോ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ചിക്കൻ്റെ ഇറച്ചി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇത് ചിക്കൻ്റെ ലെഗുമെന്ന് മുഴുവനായിട്ട് എടുത്ത് മാറ്റുക. നല്ല ചൂടാണ്, ചൂട് കൊടുക്കാനെടുത്താൽ പെട്ടെന്ന് ഇറച്ചിന് പോരുള്ളൂ. അപ്പോൾ എല്ലുമെന്ന് ഈ ചിക്കൻ്റെ ഇറച്ചി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാഷ് ചെയ്ത് വെച്ച ആ പൊട്ടാറ്റോ അതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള ഫൈൻ ചോപ്പ് ചെയ്ത് ചെറുതായി മുറിച്ചത്, നല്ല ചെറുതായി മുറിക്കണം, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ചെറുതായി മുറിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് മല്ലിയില, കറിവേപ്പിൻ്റെ ഇലയും നന്നായി ഫൈൻ ചോപ്പ് ചെയ്ത് ഇതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണ് വിനെഗർ ചേർക്കുന്നുണ്ട്. ഒരു 2 മുട്ട വീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതിലേക്ക് കുറച്ച് അടിച്ച മുട്ട ചേർക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചേർക്കണ്ട, അപ്പോൾ വെള്ളം കൂടി പോകും. കുറച്ച് ഇപ്പം മതി. പാകത്തിന് കുറച്ച് ഉപ്പ്, ഈ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് മതി. കുറച്ച് ഉപ്പ് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നനവ് കുറവാണെങ്കിൽ അല്പം കൂടെ എഗ്ഗ് അടിച്ചത് ചേർക്കുക. അപ്പോൾ പൊട്ടറ്റയും ചിക്കനും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മിക്സറിൻ്റെ എടുക്കുക. പരത്തി വെച്ചതിന് ശേഷം നേരത്തെ ഇറച്ചി മാറ്റി വെച്ച ആ ചിക്കൻ്റെ കാലാണ്, ആ ചിക്കൻ്റെ കാലിൽ ഇതിങ്ങനെ വെക്കുക. ഈ കുറുകിൻ്റെ ഷേപ്പിൽ ഇത് ഈ മിക്സർ ഇതിന് മുകളിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചിക്കൻ കാലിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓരോ ഉരുളി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാനുണ്ട്. ഇതൊരു ബോളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ ചിക്കൻ പീസും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലത്തൊരു കാലെടുത്തിട്ട് ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ടെടുത്താൽ മതി. എല്ലാ ഭാഗവും നന്നായിട്ട് നനക്കുക. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. അപ്പം മുഴുവൻ ചിക്കനും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രം സ്റ്റിക്ക് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വീതി കൂടിയ പാത്രം പറ്റില്ല. അപ്പോൾ ഒരു വീതി കുറഞ്ഞ ഒരു പാത്രം എടുത്തിട്ട്, അപ്പോൾ ഇതിൽ നിറച്ച് എണ്ണ ഇങ്ങനെ നിന്നാൽ അപ്പോൾ നീളമുള്ള സാധനം ആയതുകൊണ്ട് അതിൽ മുങ്ങി നല്ലപോലെ പൊരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വീതി കുറഞ്ഞ ഒരു പാത്രമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ മതി. മറ്റേ വലിയ പാത്രമാണെങ്കിൽ കൂടുതൽ എണ്ണ പൊങ്ങി, അത്രയും പൊങ്ങി വരാൻ കൂടുതൽ എണ്ണ വേണം. അപ്പോൾ ഒരു ചിക്കൻ്റെ ലെഗ് പതുക്കെ ഈ ഇതിലിങ്ങനെ എടുത്തിട്ട് പതുക്കെ എണ്ണയിലേക്ക് വെക്കുക. എണ്ണ നല്ല ചൂട് വേണം. നല്ല ചൂടായതിൻ്റെ ശേഷം, ഇത് നല്ല ചൂടാവുന്നുള്ളൂ, നല്ല ചൂടായതിൻ്റെ ശേഷം വെക്കേണ്ടത്. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ ഈ സ്പൂണൊന്നും ഇങ്ങനെ പിടിക്കണം. നേരെ ഇട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി, നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ പൊട്ടാറ്റോ ഡ്രം സ്റ്റിക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. കുറച്ച് സോസ് വെക്കുക. കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾ, കോളിഫ്ലവർ ബോയിൽ ചെയ്ത്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈ, ഇങ്ങനെയുണ്ട്. അടിപൊളിയായില്ലേ?
സൂപ്പറാണ്. നല്ല ടേസ്റ്റ്. നല്ല രുചിയുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രം ഞങ്ങൾ ഉണ്ടാക്കണ മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ.